അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ കാണുന്ന ആ സ്ക്രീനിൽ ഒരുപാട് അക്കങ്ങളുണ്ട്. ആ അക്കങ്ങൾ കറക്കിയിടുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിലുള്ള ടിക്കറ്റിന്റെ നമ്പറിലേക്ക് എത്തുകയാണ്. നിങ്ങൾ ഭാഗ്യവാനാണ്. പലരും കഴിഞ്ഞ കുറച്ചധിക കാലമായി കണ്ടുവരുന്ന പ്രവണത ആ ഭാഗ്യവാന്മാർ പൊതുവെ പുറത്തേക്ക് വരുന്നില്ല. അവർ അപ്രത്യക്ഷരായി നിൽക്കുന്നു. പ്രത്യക്ഷപ്പെടുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന മട്ടിലാണ് പലപ്പോഴും ടിക്കറ്റ് എടുക്കുമ്പോൾ ഭാഗ്യശാലികൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച. എന്തായാലും ആ 12 കോടി അത് ആർക്കാണെന്നറിയാൻ അല്പ മിനിറ്റുകൾ മാത്രം. ഒന്നാം സമ്മാനം 12 കോടി രൂപയാണ്. 300 രൂപ മുതൽ മുടക്കിൽ 12 കോടി. വേറെ എവിടെയും ലോകത്ത് ഇങ്ങനെ ഒരു കച്ചവടം ഉണ്ടാകില്ലെന്ന കാര്യം ഉറപ്പാണ്. രണ്ടാം സമ്മാനം 1 കോടി രൂപയാണ്. അത് 6 പേർക്കാണ്. മൂന്നാം സമ്മാനം 10 ലക്ഷം. പിന്നെ അതിന് താഴോട്ട് 5000, 2000 അടക്കം എടുത്ത ടിക്കറ്റിനേക്കാൾ വില കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് സമ്മാനങ്ങൾ. എന്തായാലും ആ സമ്മാനത്തുക ആർക്കാണെന്ന് കാത്തിരുന്ന് നിൽക്കുന്ന അസുലഭ നിമിഷങ്ങളിലൂടെ, മിനിറ്റുകളിലൂടെയാണ് കടന്നു പോകുന്നത്. 45 ലക്ഷം, അതായത് 3 കോടി ജനങ്ങളുടെ കേരളത്തിലെ 45 ലക്ഷം പേർ ഭാഗ്യം പരീക്ഷിക്കുന്ന ടിക്കറ്റ് കൂടിയാകുന്നു വിഷു ബമ്പർ. ഓരോ വർഷവും ഇത്തരത്തിൽ ഭാഗ്യക്കുറികളിൽ ഭാഗ്യം തൊടുന്ന മനുഷ്യരുടെ എണ്ണം കൂടുന്നു. അതായത് വളരെ വേഗത്തിൽ ജീവിതം സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഭാഗ്യമുണ്ടോ എന്ന് പരീക്ഷിക്കുന്ന എണ്ണം കൂടുന്ന പ്രത്യേകതയും കേരളത്തിലൊരു പൊതു സാഹചര്യം ഉണ്ടെന്ന കാര്യം നമുക്ക് മറക്കാനാകില്ല. കേരളത്തിലെ ഏറ്റവും സമ്മാന തുകയുള്ള ഓണം ബമ്പറുടെ ഏറ്റവും വലിയ തുക, അത് കഴിഞ്ഞാൽ ഏറ്റവും സമ്മാന തുകയുള്ള മറ്റൊരു ടിക്കറ്റായ വിഷു ബമ്പറിന്റെ നറുക്കെടുപ്പ് അല്പസമയത്തിനകം തുടങ്ങും. 1 കോടി രൂപ ചെറിയ തുകയല്ല. അതാണ് രണ്ടാം സമ്മാനം. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. ഒന്നാം സമ്മാനക്കാരനാര്, രണ്ടാം സമ്മാനക്കാരനാര്, പിന്നീട് ഒരുപാട് സമ്മാനം ലഭിച്ചവരാര് എന്നൊക്കെ കാത്തിരിക്കുന്ന മണിക്കൂറുകൾ. അല്പസമയത്തിനകം തന്നെ നറുക്കെടുപ്പ് തുടങ്ങും. റിനൂസ് ചെയ്തു മേഘ്ന മുരളിയുമാണ് വിവരങ്ങളുമായി ചെയ്തത്. മേഘ്ന, ട്രയൽ റൺ പൂർത്തിയായെന്ന് മനസ്സിലാക്കുന്നു. ഉടൻ തന്നെ ആ ഭാഗ്യശാലി അറിയാൻ കഴിയുമോ? ഇനി എന്താണ് അവിടെ നടപടിയായി ബാക്കിയുള്ളത്? ആരൊക്കെയാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്? പ്രത്യേകിച്ച് UDF സർക്കാർ വന്ന ശേഷമുള്ള ആദ്യത്തെ നറുക്കെടുപ്പ് എന്ന പ്രത്യേകത കൂടി ഈ ടിക്കറ്റിനുണ്ട്. സുഹേൽ, ഇനി നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പ്. ആരാണ് ആ ഭാഗ്യവാൻ എന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം. അതിൽ 45 ലക്ഷം, അത് സംസ്ഥാനത്തിന്റെ അകത്തും പുറത്തു നിന്നുമായി 45 ലക്ഷത്തിലധികം ആളുകളാണ് ഇത് തനിക്കാണോ ഈ ടിക്കറ്റ് അടിച്ചിരിക്കുന്നത് എന്നുള്ളത് കാത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ ടിക്കറ്റ് വിറ്റത് പാലക്കാടാണ്. അതുകൊണ്ട് തന്നെ പാലക്കാടുള്ളവരാണ് കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ക്രിസ്മസ് ബമ്പറും അതുപോലെ തന്നെ ഓണം ബമ്പറും ഒക്കെ അടിച്ചത് പാലക്കാട് ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ പാലക്കാടുകാർ കൂടുതലായി കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ സംസ്ഥാനത്തുടനീളം ഒരു വലിയ ആകാംക്ഷ ഉണ്ടായിരുന്നു. കാരണം ആർക്കാണ് ഈ 12 കോടിയുടെ ഭാഗ്യവാൻ ആരാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ അതേ അക്കം വരുന്ന 5 പേർക്ക് സമാശ്വാസമായി 1 ലക്ഷം രൂപ വീതം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാം സമ്മാനമായി വരുന്നത് 1 കോടി രൂപ വീതം 6 പരമ്പരകൾക്കാണ്. മൂന്നാം സമ്മാനം 10 ലക്ഷം രൂപ വീതം 6 പരമ്പരകൾക്ക്. നാലാം സമ്മാനം 5 ലക്ഷം രൂപ വീതം 6 പരമ്പരകൾക്ക്. വെറും 300 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യവാന് ലഭിക്കാൻ പോകുന്നത് 12 കോടി രൂപയാണ് എന്നുള്ളത് തന്നെയാണ് ഈ വിഷു ബമ്പറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ആരാണ് ടിക്കറ്റ് അടിച്ചത്, അല്ലെങ്കിൽ ആർക്കാണ് ആ ഭാഗ്യവാൻ, അത് ഏതെങ്കിലും തരത്തിൽ ഏജൻസിക്കാണോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ആണോ എന്ന് വെളിപ്പെടുത്താനുള്ള ഒരു കാലതാമസം, അതുപോലെ തന്നെ ആ ഭാഗ്യവാനെ അറിയാനുള്ള കാലതാമസം, അവർ വെളിപ്പെടുത്താത്ത സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തവണ അവർ വെളിപ്പെടുത്തുമോ, അല്ലെങ്കിൽ അത് ഏത് ജില്ലയ്ക്കാണ്, ഇനി അന്യസംസ്ഥാന തൊഴിലാളികൾക്കാണോ, അങ്ങനെയുള്ള വലിയൊരു കാത്തിരിപ്പുണ്ട്. ഇപ്പോൾ ട്രയൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഒന്നാം സമ്മാനം ആർക്കാണ്, 12 കോടി രൂപ ആർക്കാണ് എന്നുള്ളത് മനസ്സിലാകും. അതിൽ ഓണം ബമ്പർ, അത് കഴിഞ്ഞിട്ടുള്ള ക്രിസ്മസ് ബമ്പർ, പിന്നീട് വിഷു ബമ്പറാണ് വരുന്നത്. ഓണം ബമ്പറിനേക്കാളും അതുപോലെ തന്നെ ക്രിസ്മസ് ബമ്പറിനേക്കാളും കുറഞ്ഞ തുകയാണ് വിഷു ബമ്പറിന്. 12 കോടി രൂപയാണ്. പക്ഷെ ആ 12 കോടി രൂപയും അതിനായി കാത്തിരിക്കുന്ന ആളുകൾ അത് ഒട്ടനവധിയുണ്ട്. എല്ലാ തവണയും ഇങ്ങനെ ഈ തുകയൊക്കെ കൂടി വരുന്നു. അതുപോലെ തന്നെ ഈ ഓണം ബമ്പർ എടുക്കുന്ന, അതുപോലെ തന്നെ വിഷു ബമ്പർ എടുക്കുന്ന ആളുകളുടെയൊക്കെ എണ്ണം കൂടുന്നു എന്ന് തന്നെയാണ് ഈ കേരള ലോട്ടറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും 12 കോടി രൂപയുടെ ഒന്നാം സമ്മാനം അത് ആർക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ആകാംക്ഷ. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 6 പേർക്കാണ്. അതുപോലെ തന്നെ മൂന്നാം സമ്മാനം 10 ലക്ഷം രൂപ വീതം 6 പരമ്പരകൾക്ക്. നാലാം സമ്മാനം 5 ലക്ഷം രൂപ വീതം 6 പരമ്പരകൾക്ക്. ഇത് മാത്രമല്ല 1000, 2000, 500 തുടങ്ങി ചെറിയ ചെറിയ തുകകളും ഈ ടിക്കറ്റുകളും ഉണ്ട്. അങ്ങനെ തുകകളും ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ കേരള ലോട്ടറിയുടെ പ്രത്യേകതയായി വരുന്നത്. അത് ഈ വിഷു കഴിഞ്ഞ് ഈ വിഷു ബമ്പർ ആരംഭിച്ചത് മുതലുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനാണ് നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഒരു വലിയ സമാപ്തി ഉണ്ടാകുമെന്നുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.